ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. കോളിഫ്ലവർ കൊണ്ടൊരു തോരൻ. സാധാരണ നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ട് ഇറച്ചിക്കറി പോലെ ഉണ്ടാക്കാറുണ്ട്, ഗോബി മഞ്ചൂരി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ അടിപൊളിയായിരുന്നേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കോളിഫ്ലവർ വേണം. ഒരു വലിയ സവാള കുത്തിയരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, തേങ്ങ വേണം, വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, തേങ്ങയുടെ കൂടെ ചതയ്ക്കാനായിട്ട് 2 കഷ്ണം ഉള്ളിയും. ഇനി നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് കടുക് പൊട്ടിക്കണം. കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അല്പം ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ തോരൻ്റെ ഇടയ്ക്ക് ഉഴുന്ന് പരിപ്പ് കടിക്കാൻ നല്ല രസമാണ്. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും അതിൻ്റെ കൂട്ടത്തിൽ വേപ്പിലയും ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോഴേക്കും കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ആഡ് ചെയ്യാം. സവാളയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി അതിൻ്റെ കൂടെ അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ വേഗം വഴന്നിട്ടും. ഞാൻ ഈ കോളിഫ്ലവർ ഒരു 15 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്. എന്നിട്ട് വെള്ളം ഊറ്റിക്കഴിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടിയും ഒരുപാട് വേണ്ട, പച്ചമുളക് നമ്മൾ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. എരിവ് നന്നായിട്ട് വേണമെന്നുള്ളവർ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അല്പം ഗരം മസാല ആഡ് ചെയ്യണം. ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഇനി ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കണ്ട, ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രുചി പോവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. കോളിഫ്ലവർ ഒരു പാതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ തേങ്ങയും കൂടി ചേർക്കണം. ഞാൻ തേങ്ങയും ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക.
അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.